പ്രിയപ്പെട്ടവരെയും, നിങ്ങൾ ജീവിക്കുന്ന ജീവിതമാണ് മുഴങ്ങേണ്ട ജീവിതം. അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഞാനിപ്പോൾ താമസിക്കുന്ന ആശ്രഭവനിലാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആശ്രഭവനിൽ ഞാൻ താമസിച്ചിരുന്നു. അന്ന് ഞാൻ എല്ലാ മോർണിംഗിലും ഇങ്ങോട്ടൊരു വാക്ക് നടത്തും. ഇവിടെ എവിടെയോ ഒരു ഹോസ്റ്റലുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഹോസ്റ്റലിൽ ധാരാളം പിള്ളേർ, പ്രത്യേകിച്ചും ഗ്രാമങ്ങളിൽ നിന്ന് വന്നവർ താമസിച്ച് പഠിച്ചിരുന്നു. അതിലൊരു പയ്യൻ, തീർത്തും നിർധന കുടുംബത്തിലെ അംഗം, ഒരു ഞെരുന്ത് പയ്യൻ എന്ന് വിളിക്കാവുന്ന വിധത്തിൽ ക്ഷീണിച്ചൊരു പയ്യൻ. പക്ഷെ അത്തവണ റിസൾട്ട് വന്നപ്പോൾ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അവന് 2nd റാങ്ക്. അവനെ അഭിനന്ദിച്ചുകൊണ്ട് അടുത്ത് ചെന്നു. ഞാൻ പറഞ്ഞു, എടാ, തൊട്ടടുത്ത് നന്നായിട്ട് ഉഴപ്പുന്ന കുട്ടികൾ, തൊട്ടുമുന്നിൽ തിയേറ്റർ, പിന്നെ ഉഴപ്പാനുള്ള സകല പ്രേരണകളും എങ്ങനെ പിടിച്ചു ചെന്നു? അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് അച്ഛനൊന്ന് വരുമോ, ഡോർമെറ്ററി. ഞാൻ അവിടേക്ക് ചെന്നു. അവിടെ അവൻ്റെ കിടക്കരികിൽ ഒരു ടീപ്പോയി. ആ ടീപ്പോയിൽ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. മങ്ങിയ ചിത്രമാണ്. അവൻ എന്നോട് പറയുന്നു, അച്ഛാ, ഇതാ നോക്കിയേ, ഇതെൻ്റെ അപ്പ. പാവം, തനി നാട്ടുമ്പുറത്തുകാരനാണ്. കണ്ണടച്ച് എന്നെ വിശ്വസിക്കുന്നു. ഇതെൻ്റെ അമ്മ. അമ്മ കരുതുന്നത് ഞാനാണ് കുടുംബത്തിലെ പ്രിൻസ്. ഇനി പെങ്ങൾ, അവള് സ്വപ്നം കാണുന്നത് എൻ്റെ കണ്ണിലൂടെയാണ്. കുടുംബത്തിൻ്റെ എല്ലാ സൗഭാഗ്യവും ഞാനാണെന്ന് അവൾ അഭിമാനിക്കുന്നു. 3 പേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിക്കഴിയുമ്പോൾ കയ്യും കാലും വിറച്ചു പോവും. തെറ്റാൻ പറ്റില്ല ചാ. അപ്പനെ ഓർക്കുമ്പോൾ, അമ്മ ഓർക്കുമ്പോൾ, എൻ്റെ പെങ്ങളെ ഓർക്കുമ്പോൾ തെറ്റാൻ പറ്റില്ല. പ്രിയപ്പെട്ട അമ്മേ, നിങ്ങളുടെ മുഖം നിങ്ങളുടെ മകൻ്റെയും മകളുടെയും ഹൃദയഭിത്തിയിൽ ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടപ്പ, നിങ്ങളുടെ മകൻ്റെയും മകളുടെയും ഹൃദയഭിത്തിയിൽ നിങ്ങളുടെ മുഖമുണ്ടാകണം. നിങ്ങളുടെ വാക്കുകൾ അവിടെ മുഴങ്ങി കേൾക്കണം. അവർക്ക് തെറ്റാൻ പറ്റില്ല. എന്തുകൊണ്ടവർ തെറ്റുന്നു എന്ന ചോദ്യത്തിന് പുറത്തെ ഒച്ചകൾ നിങ്ങളുടെ സ്വരത്തേക്കാൾ അധികരിക്കുന്നത് കൊണ്ടായിരിക്കണം എന്നൊരു ഉത്തരം നൽകാൻ പറ്റും. അതിനനുവദിക്കാതിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതം എത്ര സുന്ദരമാക്കാവോ അത്രയും സുന്ദരമാക്കുക. മറുനാട്ടിലെ എൻ്റെ താമസക്കാലം, അതിധനാഢ്യനായ ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ ടീനേജ് മകനുമായി വരുന്നു. വല്ലാത്തൊരു മനുഷ്യൻ. ഒരുപാട് പണമുള്ളതിൻ്റെ അഹങ്കാരം ഓരോ നോട്ടത്തിലും ഓരോ ചലനത്തിലുമുണ്ട്. അയാൾ എന്നോട് പറയുന്നു, ദിസ് ഇസ് മൈ സൺ, എ ബ്രോക്കൺ പീസ്. പറഞ്ഞത് അങ്ങനെയാണ്, ചെറിയ ഒരു പീസാണ്, ബ്രോക്കൺ പീസ്, മൈ സൺ. അവൻ്റെ മുമ്പിൽ വെച്ചാൽ പറയുക, ഇഫ് യു ക്യാൻ ടോക്ക് ടു ഹിം ആൻഡ് ഇഫ് യു ക്യാൻ ചേഞ്ച് ഹിം. എന്തൊരു കാര്യം പറയുന്നത്! പറ്റുമെങ്കിൽ അവനോട് സംസാരിക്ക്, പറ്റുമെങ്കിൽ അവനെ നന്നാക്ക്. അയാൾ അവനെ അവിടെ നിർത്തിയിട്ട് മുറിവിട്ട് പോകുന്നു. അവൻ മഞ്ഞുറഞ്ഞ ഏതോ ഒരു മഞ്ഞുമല പോലെ തന്നെ അങ്ങനെ ഇരുന്നു, ചിരിക്കുന്നു പോലുമില്ല. ഞാൻ ഇന്ത്യൻ രീതിയിൽ ചായയും പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി പതുക്കെ പതുക്കെ സൗഹൃദത്തിൻ്റെ ഊഷ്മളത തട്ടിയപ്പോൾ മഞ്ഞുമല ഉരുകാൻ തുടങ്ങി. മഞ്ഞുമല ഉരുകുമ്പോൾ ഞാൻ മനസ്സിലാക്കി, അവൻ മഞ്ഞുമലയല്ല, അഗ്നിപർവ്വതമാണ്. അകത്ത് ലാവാപ്രവാഹം തളം കെട്ടി നിൽക്കുകയാണ്. എപ്പോഴാണോ പുറത്തേക്ക് കുത്തിയൊഴുകുക അറിവില്ല. അവൻ സ്വരമുയർത്തി എന്നോടൊരു ചോദ്യം, വാട്ട് ഡു യു നോ അബൌട്ട് മൈ ഡാഡ്? എൻ്റെ ഡാഡിയെക്കുറിച്ച് എന്തറിയാം? ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതായിട്ട് അറിയാം. വാട്ട് എൽസ്? പിന്നെ എല്ലാ ചാരിറ്റി ഓർഗനൈസേഷൻസിലും അംഗത്വമുണ്ടെന്നറിയാം. വാട്ട് എൽസ്? പിന്നെ നന്നായിട്ട് ഡൊണേഷൻ കൊടുക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. വാട്ട് എൽസ്? ഞാൻ പറഞ്ഞു, അത്ര അറിയാൻ പാടുള്ളൂ. അപ്പോൾ അവൻ എന്നെ ഒന്ന് പൊള്ളുന്നൊരു നോട്ടം നോക്കി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഡാഡി എൻ്റെ പാവപ്പെട്ട അമ്മയെ നിരന്തരം പറ്റിക്കുന്ന വുമനൈസറാണെന്നറിയാവോ? അറിയില്ല മോനെ. ബിസിനസ്സിൽ ചീറ്റിംഗ് അല്ലാതെ ഒരു വഴിയും അറിയാത്ത ഒരാളാണെന്നറിയാവോ? അറിയില്ല മോനെ. മദ്യപിച്ചു കഴിഞ്ഞാൽ വെറും മൃഗമാണെന്നറിയാവോ? അറിയില്ല മോനെ. ഇത്രയും പറഞ്ഞിട്ട് അവൻ എന്നോട് പറയുന്നു, ഈ വൃത്തികേടൊക്കെ ചെയ്യുന്ന ദാറ്റ് ഡേർട്ടി ഫെലോ, ആ വൃത്തികെട്ട മനുഷ്യൻ,
അയാള് ഒരു കെട്ട് പുസ്തകങ്ങളുമായിട്ട് വരും. മഹാന്മാരുടെ ജീവചരിത്ര ഗ്രന്ഥവും വിശുദ്ധന്മാരുടെ ആത്മകഥകളും ഇത് കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിടും. എന്നിട്ട് പറയും, സൺ ലേൺ ഫ്രം ദം, അവരിന്ന് പഠിക്കുക. അവൻ വീണ്ടും പൊള്ളുന്നൊരു മൗനത്തിന് ശേഷം ഒരു ചോദ്യചിഹ്നം പോലെ ഉയർന്നങ്ങ് നിന്നു. ഇനിയുള്ള അവൻ്റെ വാക്ക് അതിശുദ്ധമായ ഇംഗ്ലീഷിൽ അവൻ പറയുന്നു, when in fact my living dad is a dead example, how can I learn from the dead saints? എൻ്റെ ജീവിക്കുന്ന അപ്പനൊരു ചത്ത മാതൃകയായി മാറുമ്പോൾ മരിച്ച വിശുദ്ധരിൽ നിന്ന് ഞാൻ എന്താ പഠിക്കേണ്ടത്? ശരിയല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദ്യം വായിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് അമ്മ പുസ്തകം. രണ്ടാമത് വായിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് അപ്പം പുസ്തകം. അമ്മ പുസ്തകത്തിലും അപ്പം പുസ്തകത്തിലും തോന്നിയക്ഷരങ്ങളും തെറിയക്ഷരങ്ങളും പൊളിയക്ഷരങ്ങളും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ജീവിതം മുഴുവൻ പൊളിയക്ഷരമായി മാറിപ്പോവില്ലേ? അത് സ്വാഭാവികതയല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, അവർ ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഓർക്കാൻ തക്ക വിധത്തിൽ എന്തെങ്കിലും നൽകുക. അങ്ങനെ ഞാൻ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. നൽകി 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 ഇല്ലാതായി തീരുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. എന്നാലും നൽകുന്നതിന് ഒരിക്കലും വിരാമം ഇടാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ എന്തുമാത്രം അപകട മേഖലകളിലൂടെ നടക്കുന്നവരാണെന്ന് അറിയുന്നുണ്ട്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കുന്നവരെ പോലെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അറിയണം, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ വളരെ കൗതുകമുണർത്തുന്ന ഒരു പരീക്ഷണം. തിളക്കുന്ന വെള്ളത്തിലേക്ക് ഒരു തവളയെ എടുത്തിട്ടു. തവള പെട്ടെന്ന് തന്നെ റിഫ്ലക്സ് ആക്ഷനോടുകൂടി ഇൻസ്റ്റന്റ് രക്ഷപ്പെടുന്നതിന് വേണ്ടി ചാടി പുറത്തിറങ്ങി, രക്ഷപ്പെട്ടു. അടുത്ത പരീക്ഷണം എന്താണെന്നറിയോ? തണുത്ത വെള്ളത്തിലേക്ക് കുഞ്ഞിനെ, ഈ തവളയെ എടുത്തിടുന്നു. തണുത്ത വെള്ളം പതുക്കെ 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 ചൂടാക്കാൻ തുടങ്ങി. ഇങ്ങനെ ചൂടാക്കപ്പെടുന്നതിനിടയിൽ തവള റിഫ്ലക്സ് ആക്ഷൻ പ്രവർത്തിപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അഡ്ജസ്റ്റ് ചെയ്ത് ചൂട് കൂടുന്നതിനോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം അത് ചത്തുമലച്ച് വീർത്തു പൊങ്ങി കിടക്കുന്നു. ഈ ഒരു ചിത്രം നമ്മുടെ കുഞ്ഞിൻ്റെ ചിത്രമായി ചില നേരങ്ങളിൽ മാറാം. കുഞ്ഞിനോട് അടുപ്പമില്ലെങ്കിൽ കുഞ്ഞ് നടക്കുന്ന വഴികൾ നിങ്ങളറിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് അനുഭവിക്കുന്നവർ മാതാപിതാക്കളാണ്. ഉരുകുന്നു, ഞെരുങ്ങുന്നു, ഒരുകുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നവരാണ്. നിങ്ങൾ ഉരുകുന്നുവെന്ന് നിങ്ങളുടെ മക്കൾ അറിയണം. നിങ്ങൾക്ക് ഞെരുക്കമുണ്ടെന്ന് നിങ്ങളുടെ കുഞ്ഞറിയണം. അവനിന് കണ്ണീരണിയാൻ പാടില്ല എന്ന് വെറുതെ പറയരുത്. നിങ്ങളുടെ കണ്ണീര് പുഴ പോലെ അവരിലേക്ക് ഒഴുകി ചെല്ലണം. അവനെന്തിനത് അറിയാതിരിക്കണം? എന്തിന് നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മറച്ചു പിടിക്കണം? നിങ്ങളുടെ കഠിന യാതനകൾ എന്തുകൊണ്ട് നിങ്ങൾ ഒളിപ്പിച്ചു വെക്കണം? കോളേജ് ഹോസ്റ്റലിലേക്ക് വന്ന അപ്പനെ കണ്ടപ്പോൾ മകളുടെ മുഖം മങ്ങി. അവൾ നോക്കിയപ്പോൾ ഓടി കിടന്ന് കരിവാളിച്ച അച്ഛനെ എങ്ങനെയാണ് അച്ഛാന്ന് കൂട്ടുകാരുടെ മുമ്പിൽ വിളിക്കുക? അല്പം മാറ്റി നിർത്തി. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അയാളിങ്ങനെ കേട്ടിരിക്കുകയാണ്. അവൾ ചോദിച്ചു, അച്ഛനാകെ കരിവാളിച്ചു പോയല്ലോ. അയാൾ പറഞ്ഞു, ശരിയാടി, നിനക്കൊക്കെ വേണ്ടി ഓടി നടന്ന് വെയിൽ കൊണ്ട് കരിവാളിച്ചു പോയി. പക്ഷെ നിന്നെ നോക്കിയേ, വെയിലൊന്നും കൊള്ളാതെ എൻ്റെ മോളിപ്പോൾ വെളുത്തിരിക്കുകയാണ്. പക്ഷെ മോളെ, നിന്റെ അകത്ത് കട്ടക്കൂരിരുട്ടാണ്. കാണേണ്ടതൊന്നും നീ കാണുന്നില്ല, കേൾക്കേണ്ടതൊന്നും നീ കേൾക്കുന്നില്ല. ഓർമ്മകൾ ഉണ്ടാവണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം സുഖമാക്കി മാറ്റരുത്. ബട്ടർഫ്ലൈ കൊക്കോണിനെ ഭേദിച്ചാണ് പുറത്തേക്ക് വരിക. ഒരാൾക്ക് ഭയങ്കര അനുകമ്പാർദ്രത, കൊക്കോണിനെ പതുക്കെ ഭേദിച്ചു കൊടുത്തു. ബട്ടർഫ്ലൈ സമാധാനത്തോടെ പറന്നു വരട്ടെ. അച്ഛൻ കുട്ടിയോട് പറഞ്ഞു, മണ്ടത്തരമാണത്. ആ കൊക്കോൺ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് അതിൻ്റെ ചിറകുകൾക്ക് ബലം വരിക. ഒരു സ്രവം വന്ന് വീഴും, അതിന് ബലം ഉണ്ടാവും. നീ ഇപ്പോൾ കൊക്കോൺ സ്വയം ബ്രേക്ക് ചെയ്ത് കൊടുത്തത് കൊണ്ട് പാവം ബട്ടർഫ്ലൈ പറക്കാൻ പറ്റാതെ താഴേക്ക് വീഴുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സ്നേഹിച്ച്
നിങ്ങളുടെ കുഞ്ഞിൻ്റെ ചിറക് നിങ്ങൾ ഒടിച്ചു കളയരുത്, കരുത്ത് നിങ്ങൾ ചോർത്തിക്കളയരുത്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കരുത്ത് കൊടുക്കൽ കൂടിയാണ്. കരുത്ത് കൊടുക്കുമ്പോൾ ഈ വിചിത്ര ലോകത്തിൽ കരുത്തോടെ മുന്നോട്ട് പോകുന്നത് എങ്ങനെയെന്ന് കുഞ്ഞ് പഠിച്ചെടുക്കുന്നുണ്ട്. അതുകൂടി ഒരു പാഠമാക്കി മാറ്റുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതിദീർഘ ഭാഷണം നടത്തി നിങ്ങൾ ബോറടിപ്പിച്ച് കൊല്ലാമെന്നുള്ള യാതൊരു തീരുമാനവും ഞാൻ എടുത്തിട്ടില്ല. അല്പനേരം സ്ട്രെയിറ്റ് ഫ്രം മൈ ഹാർട്ട്, സ്ട്രെയിറ്റ് ടു യുവർ ഹാർട്ട്. അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം കൂടി. സത്യത്തിൽ നമുക്കൊക്കെ ഹൃദയമുണ്ടോ? ഗ്രീക്കുകാർക്കിടയിൽ ഇങ്ങനെയൊരു ചിന്തയുണ്ട്. ഒരാൾ മരിച്ച് സ്വർഗ കവാടത്തിൽ എത്തി നിൽക്കുമ്പോൾ മാലാഖമാർ വന്ന് രണ്ട് അവയവങ്ങൾ പരിശോധനക്കെടുക്കും. ആദ്യം പാദങ്ങൾ. ആർക്കും വേണ്ടി ഓടാതെ, ആരെയും തിരഞ്ഞലയാതെ, അതിസുന്ദര കോമള പാദമായി സൂക്ഷിക്കപ്പെട്ട പാദമാണ് നിങ്ങളുടേതെങ്കിൽ അതിന് ചെന്നു ചേരുക നരകത്തിലാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഓടി തേഞ്ഞ് വിരൂപ പാദങ്ങളായി മാറിയ പാദങ്ങളാണ് നിങ്ങളുടേതെങ്കിൽ അതാണ് സ്വർഗത്തോളം ഉയരുക. 2, ഹൃദയം. ആർക്കും വേണ്ടി തുടിക്കാതെ, മിടിക്കാതെ, തുറക്കപ്പെടാതെ അതിസുന്ദര ഹൃദയമായി കാത്തു സൂക്ഷിക്കപ്പെട്ട ഹൃദയമാണ് നിങ്ങളുടേതെങ്കിൽ അത് പാതാളത്തിലെ ചെന്നു ചേരൂ. സ്നേഹിച്ച്, തുറന്ന്, തുടിച്ച്, ചോര വാർക്കുന്ന ഹൃദയമാണെങ്കിൽ ആ ഹൃദയമാണ് സ്വർഗത്തോളം ഉയരുക. ഒരു ചോദ്യമുണ്ട്. തുറക്കപ്പെട്ട, ചോര വാർക്കുന്ന ഹൃദയമുണ്ടോ? അവിടെയാണ് മക്കൾ സ്വർഗം കണ്ടെത്തുന്നത്. നിങ്ങളൊക്കെ അത്രയ്ക്കങ്ങ് സ്നേഹിക്കുന്നവരല്ലേ? ആലോചിച്ച് നോക്കുക. ഒരു കുഞ്ഞ് എല്ലാ കാലത്തും തിരയുന്നത്, എവിടെ കലഞ്ഞാലും അവൻ തിരയുന്നത് അപ്പനെയും അമ്മയെയും മാത്രമാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. വഴിതെറ്റിപ്പോയാൽ പോലും അവൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നുവെന്ന് ടാഗോർ പറഞ്ഞത് സത്യമാണ്. ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ലക്ഷണം. വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് അയാളെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചു. വൈദ്യസഹായം കിട്ടി. ഡോക്ടർ പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. കൃത്യസമയത്ത് എത്തിച്ചത് കൊണ്ട് നിങ്ങൾ അയാളെ രക്ഷപ്പെടുത്തി. എല്ലാവർക്കും നന്ദി പറഞ്ഞു ഡോക്ടർ. എല്ലാവരും ആശ്വാസത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഭാര്യ ഒരു ഊറി ചിരിയോടുകൂടി അയാളെ നോക്കിയിരിക്കുകയാണ്. അയാൾ ചോദിച്ചു, എന്താ ചിരിക്കുന്നത്? ഭാര്യ പറഞ്ഞു, ഡോക്ടർ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. 10-27 വർഷമായി കൂടെ ജീവിക്കുന്നു. നിങ്ങൾക്ക് ഹാർട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു പെരുമാറ്റമോ വാക്കോ നോക്കോ കണ്ടിട്ടില്ല. സത്യം പറ, നിങ്ങൾക്കുണ്ടോ ഹാർട്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൻ്റെ വിശാലതയിലേക്ക് നിങ്ങളുടെ കുഞ്ഞിനെ ഉയർത്തുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ ആ ഒരു ചോദ്യം കൂടി ചോദിക്കുക. ഹാർട്ടുണ്ടോ ഇപ്പോഴും? ചോദ്യം ചോദിക്കാൻ ഹാർട്ട് അറ്റാക്ക് വരുന്നതുവരെ കാത്തിരിക്കണ്ട. മൊത്തം അറ്റാക്കുകൾ നിറഞ്ഞ ഈ ലോകത്തിൽ നിങ്ങളുടെ കുഞ്ഞ് സുഗമമായി വിശാലാകാശത്തേക്ക് പറന്നുയരണമെങ്കിൽ ആദ്യം അവന് ഹൃദയാകാശം നൽകണം. അതാണ് ആദ്യത്തെ ഫോർമേഷൻ ഹൗസ്. ഏറ്റവും സുന്ദരമായ കലാശാല നിങ്ങളുടെ ഹൃദയമാണ്. അവിടുത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ടീച്ചർ നിങ്ങളാണ്. നിങ്ങളുടെ യഥാർത്ഥ ഫോർമേഷൻ എന്നും ഇന്നും എപ്പോഴും ഉണ്ടാകട്ടെ.